കൊല്ലം ചടയമംഗലത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. ഇന്ന് പുലർച്ചെ 1 മണിയോടെ പോരയിടത്ത് രതീഷ് ഭവനിൽ രതീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ മുന്നിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന കാറും 2 ഇരുചക്ര വാഹനങ്ങളും പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോർച്ചിൽ നിന്നും തീ അടുക്കളയിലേക്കും പടർന്നു. ഉടൻ തന്നെ നാട്ടുകാരുടെ സഹായത്താൽ രതീഷ് തീ അണയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് പോലീസും അഗ്നിശമന സേനയും എത്തിയാണ് തീ കെടുത്തിയത്. അപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. വീട്ടുപകരണങ്ങളും വയറിങ്ങും കത്തി നശിച്ചു. വാഹനങ്ങളുടെ പിൻഭാഗത്തു നിന്നും തീ പടരുകയായിരുന്നുവെന്ന് രതീഷ് പറഞ്ഞു. രാത്രി 1 മണിയായപ്പം സൗണ്ട് കേട്ടോണ്ടാണ് നമ്മൾ എണീക്കുന്നത്. എണീച്ചപ്പോൾ കത്തി ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് കത്തി പിടിക്കുകയായിരുന്നു. അങ്ങനെ എണീച്ച് വന്ന് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് അയൽക്കാരൊക്കെ വന്നാണ് അണയ്ക്കുന്നത്. പിന്നെ പോലീസും ഫയർഫോഴ്സൊക്കെ വന്നായിരുന്നു. ബാക്കിൽ നിന്നാണ് കത്തി കയറിയത്, ഫ്രണ്ടിൽ നിന്നല്ല. ബാക്കിൽ നിന്ന് കത്തി ഫ്രണ്ടിലോട്ട് കയറിയാണ് കയറിയത്. വീട്ടിനകത്ത് വീട്ടിൽ സിറ്റോ ഇത് മൊത്തം കാർ പോർച്ച് പോയി. അടുക്കളയ്ക്കകത്ത് കുഴപ്പമുണ്ട്. പിന്നെ വണ്ടി, ബൈക്കും, സ്കൂട്ടിയും കാറും. ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ.